മലയാളികൾക്കും ജ്യോതിശാസ്ത്രത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര. ഈ നക്ഷത്രത്തിന്റെ ജ്യോതിശാസ്ത്രപരമായ പ്രത്യേകതകൾ. സ്ഥാനം: മിഥുനം രാശിയിൽ വരുന്ന ഈ നക്ഷത്രം ശാസ്ത്രലോകത്ത് ബെറ്റൽ ജ്യൂസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേകത: ഇതൊരു റെഡ് സൂപ്പർ ജയന്റ് നക്ഷത്രമാണ്. സൂര്യനേക്കാൾ 100 കണക്കിന് മടങ്ങു വലിപ്പമുള്ള ഈ നക്ഷത്രം ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ്. നിറം: ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. അധിപൻ: രാഹുവാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ. ദേവത: പരമശിവനാണ് ഈ നക്ഷത്രത്തിന്റെ അഭിനദേവത. സ്വഭാവം: 27 നക്ഷത്രങ്ങളിൽ വെച്ച് 6ാമത്തെ നക്ഷത്രമാണിത്. തീക്ഷ്ണ നക്ഷത്രമായി ഇതിനെ കണക്കാക്കുന്നു. സാംസ്കാരിക പ്രാധാന്യം: തിരുവാതിര ആഘോഷം. മലയാളികൾക്ക് തിരുവാതിര കേവലമൊരു നക്ഷത്രം മാത്രമല്ല, അതൊരു വലിയ ആഘോഷം കൂടിയാണ്. ധനുമാസത്തിലെ തിരുവാതിര: ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസമാണ് ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹം നടന്നതെന്നും ശിവന്റെ ജന്മനാളെന്നും വിശ്വസിക്കപ്പെടുന്നത്. സ്ത്രീകളുടെ ആഘോഷം: ദീർഘമാംഗല്യത്തിനും ഐശ്വര്യത്തിനുമായി സ്ത്രീകൾ ഈ ദിവസം വ്രതമനുഷ്ഠിക്കുകയും തിരുവാതിര കളി നടത്തുകയും ചെയ്യുന്നു. പ്രത്യേക വിഭവങ്ങൾ: തിരുവാതിര പുഴുക്ക്, കൂവ കുറുക്കിയത് എന്നിവ ഈ ദിവസത്തെ പ്രധാന വിഭവങ്ങളാണ്. പൊതുവായ ഗുണങ്ങൾ: തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരെക്കുറിച്ച് ജ്യോതിഷത്തിൽ പറയുന്ന ചില പൊതുവായ കാര്യങ്ങൾ. ബുദ്ധിശക്തിയും കാര്യശേഷിയും കൂടുതലായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ടാകാമെങ്കിലും മനസ്സിൽ കപടത കുറവായിരിക്കും. സംസാരശേഷിയും കലകളിലുള്ള താൽപ്പര്യവും ഇവരുടെ പ്രത്യേകതയാണ്. ജ്യോതിഷപരമായ പ്രത്യേകതകൾ: ഗണം: മനുഷ്യഗണം. യോനി: ശ്വാവ്, നായ. ഭൂതം: ജലം. പക്ഷി: ചെമ്പകപ്പൊന്ന്. വൃക്ഷം: കരിങ്ങാലി. മൃഗം: നായ. നക്ഷത്ര സ്വഭാവം: തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ചില രീതികൾ ഇപ്രകാരമാണ്. നിശ്ചയദാർഢ്യം: എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഇവർ കഠിനമായി പരിശ്രമിക്കും. വിജ്ഞാനദാഹം: പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണങ്ങൾ നടത്താനും ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും. സാമൂഹിക ഇടപെടൽ: പുറമേ കർക്കശക്കാരായി തോന്നാമെങ്കിലും സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ടവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നവരാണ്. പ്രതിസന്ധികളെ നേരിടൽ: ജീവിതത്തിലെ വെല്ലുവിളികളെ തളരാതെ നേരിടാനുള്ള മാനസിക കരുത്ത് ഇവർക്കുണ്ടാകും. തൊഴിൽ മേഖലകൾ: ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും ആവശ്യമുള്ള മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട്. IT, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. പത്രപ്രവർത്തനം, എഴുത്ത്, പ്രസംഗം. മനഃശാസ്ത്രം, അധ്യാപനം. ഗവേഷണ രംഗങ്ങൾ. തിരുവാതിര വ്രതവും ആചാരങ്ങളും. കേരളീയ സംസ്കാരത്തിൽ ഈ നക്ഷത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എട്ടുങ്ങാടി: തിരുവാതിര വ്രതത്തിന്റെ ഭാഗമായി 8 കിഴങ്ങുവർഗ്ഗങ്ങൾ ചുട്ടുണ്ടാക്കുന്ന വിഭവമാണിത്. പാതിരാ പൂജോടൽ: തിരുവാതിര രാത്രിയിൽ പാതിരാത്രിക്ക് ശേഷം സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടുന്ന ചടങ്ങാണിത്. തുടികൊട്ടി പാടൽ: ശിവസ്തുതികൾ പാടി കൈകൊട്ടി കളിക്കുന്നത് ഈ നാളിലെ പ്രധാന വഴിപാടായി കരുതപ്പെടുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ: പൊതുവെ നല്ല ആരോഗ്യവാന്മാരായിരിക്കുമെങ്കിലും ഈ നക്ഷത്രക്കാർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, വാതം, ദഹനപ്രശ്നങ്ങൾ എന്നിവയിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണെന്ന് ജ്യോതിഷം പറയുന്നു. 1. ജ്യോതിഷത്തിലെ 4 പാദങ്ങൾ. തിരുവാതിര നക്ഷത്രത്തിന് 4 പാദങ്ങളുണ്ട്. ഓരോ പാദത്തിലും ജനിക്കുന്നവർക്ക് ചെറിയ സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. 1-ാം പാദം ധനു നവാംശം. വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതിനാൽ ഇവർക്ക് അറിവും മാന്യമായ പെരുമാറ്റവും ഉണ്ടാകും. 2-ാം പാദം മകരനവാംശം. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ അല്പം ഗൗരവക്കാരായും കഠിനാധ്വാനികളായും കാണപ്പെടുന്നു. 3-ാം പാദം കുംഭനവാംശം. ശാസ്ത്രീയമായ ചിന്താഗതിയും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള താൽപ്പര്യവും ഇവർക്കുണ്ടാകും. 4-ാം പാദം മീനനവാംശം. ദയാലുക്കളും ഭാവനാസമ്പന്നരുമായിരിക്കും. ആകാശത്തിലെ അത്ഭുതം ബീറ്റൽ ഗേസ്. ശാസ്ത്രീയമായി നോക്കിയാൽ തിരുവാതിര, ബീറ്റൽ ഗേസ് ഒരു മരണാസന്നമായ നക്ഷത്രമാണ്. ഏതു നിമിഷവും ഇതൊരു സൂപ്പർനോവയായി, നക്ഷത്ര വിസ്ഫോടനം, മാറാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. അങ്ങനെ സംഭവിച്ചാൽ പകൽ പോലും ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായി ഇത് മാറും. കുടുംബജീവിതം: തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. പങ്കാളിയോടും കുട്ടികളോടും വലിയ സ്നേഹം പുലർത്തുമെങ്കിലും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ചിലപ്പോൾ ചെറിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. ആരാധനയും പരിഹാരങ്ങളും: ഈ നക്ഷത്രത്തിന്റെ ദോഷശമനത്തിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ഉത്തമമായി കരുതപ്പെടുന്നു. ശിവഭജനം:
തിങ്കളാഴ്ചകളിലോ തിരുവാതിര നക്ഷത്ര ദിവസമോ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. രാഹുപ്രീതി. അധിപൻ രാഹു ആയതിനാൽ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതും നല്ലതാണ്. മന്ത്രം. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് മനഃശാന്തിക്ക് സഹായിക്കും.